മലർവാടി ആർട്സ് ക്ലബ്ബിലൂടെ ജീവിതം തന്നെ മാറിയ അഭിനേതാക്കളിൽ ഒരാളാണ് അജു വർഗീസ്. ഒട്ടനവധി പുതുമുഖങ്ങൾ ഭാഗമായ സിനിമയിൽ മലയാളത്തിൽ മുൻനിര താരങ്ങളുടെ പട്ടികയിലേക്ക് ഉയർന്നത് അജു വർഗീസും നിവിൻ പോളിയും മാത്രമാണ്. അജുവിന്റെ തുടക്കം ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടായിരുന്നു. പിന്നീട് മുഴുനീള സഹനടൻ വേഷങ്ങൾ ചെയ്തു. ശേഷം നായകനായി, നിർമ്മാതാവായി, അടുത്തിടെയായി നല്ല സിനിമകൾ നിരവധി അജുവിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമായ നടന്റെ ഒരു റീൽ വീഡിയോ അടുത്തിടെ വലിയ രീതിയിൽ വൈറലായിരുന്നു. മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നിലെ ഒരു രംഗം ഫോൺ നോക്കി അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്ന അജു വർഗീസാണ് വൈറൽ വീഡിയോയിലുള്ളത്. സിനിമയിൽ എത്തിയതിന്റെ 14 വർഷം പൂർത്തിയാക്കിയ അജുവിന് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് മമ്മൂട്ടിയും ഐശ്വര്യ റായ് ബച്ചനും അഭിനയിച്ച കണ്ടുകൊണ്ടേൻ സിനിമയിലെ ക്ലൈമാക്സ് രംഗമാണ് അജു വർഗീസ് പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചത്. മമ്മൂട്ടിയുടെ ഭാവങ്ങളും ആക്ഷനുമെല്ലാം അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്ന അജുവിനെ റീലിൽ കാണാം. അജുവിന്റെ അനുകരണം കണ്ട് ചിരി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഭഗത് ഭാനുവൽ അടക്കമുള്ള സുഹൃത്തുക്കൾ പാടുപെടുന്നതും റീലിൽ കാണാം. നമ്മൾ ചെയ്യുമ്പോൾ മാത്രം എന്താ ശരിയാവാത്തെ, 14 വർഷങ്ങൾ എന്നായിരുന്നു അരുൺ ചന്തു റീലിന് ഒപ്പം കുറിച്ചത്. ഇപ്പോഴിതാ ഈ വൈറൽ വീഡിയോയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അജു വർഗീസ് സംസാരിച്ചിരുന്നു. എന്നാൽ ആ അഭിമുഖം വൈറലായതോടെ അജുവിന്റെ അഭിമുഖം എടുത്ത അവതാരകൻ ഹൈദർ അലിക്ക് വൻ വിമർശനമാണ് നേരിടുന്നത്. മമ്മൂട്ടിയെ കളിയാക്കാൻ മാത്രം അജു വളർന്നോ, അജു വർഗീസ് അഹങ്കാരിയായി മാറിയോ എന്നൊക്കെ തോന്നി എന്നാണ് അവതാരകൻ പറഞ്ഞത്. ഉടൻ തന്നെ അജുവിന്റെ മറുപടി എത്തി. എന്തുകൊണ്ട് കുത്തിത്തിരിപ്പ് വന്നില്ലെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഈ വേർഷൻ ഞാൻ ആളുകളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. വേറെ ആരും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ ചോദിച്ചു, അതിന്റെ ഉത്തരം ഞാൻ പറയാം. സിനിമാ ചർച്ചകൾക്കായി ഞാനും ചന്തുവും ഭഗതുമെല്ലാം ഒരുമിച്ച് കൂടാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം ഒത്തുകൂടി. മമ്മൂക്കയുടെ ഈ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫീൽ ചെയ്യുന്നൊരു റൊമാൻറ്റിക് പെർഫോമൻസ് ആണ് അദ്ദേഹം അതിൽ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഈ സീൻ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചലഞ്ച് ചെയ്തു. അങ്ങനെ ഞാൻ ശ്രമിച്ചു. ആ ശ്രമമാണ് വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അല്ലാതെ ഞാൻ മമ്മൂക്കയെ കളിയാക്കാൻ പോയതല്ല. പക്ഷേ മനസ്സുകൊണ്ട് ചുമ്മാ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ചിലപ്പോൾ പറ്റുമെന്ന്. പക്ഷേ അതിൻ്റെ എൻ്റെ ദുരന്തമായിരുന്നു. തോറ്റുപോയി. ചന്തു അത് പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അതിനെ പോസിറ്റീവായി മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് നിങ്ങളോട് അതിൽ ദേഷ്യമൊന്നുമില്ല. എല്ലാവർക്കും പച്ചയാണെന്ന് തോന്നിയത് നിങ്ങൾക്ക് മാത്രം ചുവപ്പാണെന്ന് തോന്നേണ്ട കാര്യമില്ലല്ലോ. കളിയാക്കിയതാണോ എന്ന് നിങ്ങൾ ചോദിച്ചതിനോട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാടിനോടും ചോദിച്ച ധ്വനിയോടും എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. വേറൊരു മാനം അതിന് കൊടുക്കേണ്ട ആവശ്യവുമില്ല.